നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് നരേന്ദ്രമോദി ഗവൺമെൻറ്റും ഗഡ്കരിയും, അതായത് സർഫേസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററും നാഷണൽ ഹൈവേ ശരിക്കും പണിയുന്നു. നമുക്കതിൻ്റെ തെളിവുകളുണ്ട്. കേരളത്തിലും ഹൈവേയുടെ പണി, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പണി. കാരണം ഈ ഇടയ്ക്ക് ഞാൻ യാത്ര ചെയ്ത് ഏകദേശം 80% ഇത് പൂർത്തിയായി. പക്ഷേ ഇന്ത്യയുടെ റൂറൽ റോഡിനെ പറ്റി ഈ വാർത്തകൾ എവിടെയൊന്നും വരുന്നില്ല. ഞാനൊരു റിപ്പോർട്ട് വായിച്ചു. ആ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്ത്യയുടെ ഗ്രാമങ്ങൾ മാറുകയാണ്. അതായത് റവല്യൂഷണറി മാറ്റമാണ് സംഭവിക്കുന്നത്. ഇപ്പം ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പോയിട്ടുള്ളവർക്ക് മാത്രമേ ഇന്ത്യൻ ഗ്രാമങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കൂ. കാരണം ഈ സിറ്റി സൈഡിൽ പോയിട്ട് ഗ്രാമങ്ങൾ ഇതാണെന്ന് പറയും. ഇന്ത്യൻ ഗ്രാമങ്ങളിലോട്ട് പോകണം. അപ്പം അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാലേ അവിടുത്തെ മാറ്റം കാണാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമായിട്ട് ഈ ഗ്രാമങ്ങളിലോട്ട് പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലോട്ട് പോകുമ്പോൾ കച്ചാ റോഡ് എന്നാണ് പറയുന്നത്. അതായത് ടാറ് ചെയ്യാത്ത റോഡ്. അപ്പോൾ അതുവഴിയൊക്കെ ഈ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ റോഡാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതേപോലെയുള്ള സംഭവമാണ്. കാരണം ആരും ഇൻസ്പെക്ട് ചെയ്യാനൊന്നുമില്ല. ചില ഗ്രാമങ്ങളിലൊക്കെ 1000 പേര് താമസിക്കുന്ന ഗ്രാമങ്ങൾ കാണും. റോഡെന്ന് പറയാനില്ല. കാരണം അതുവഴി വണ്ടികൾ പോകാനേ പറ്റില്ല. അപ്പം അതുകൊണ്ട് മഹേന്ദ്രയുടെ ബൊലേറോ എന്ന് പറഞ്ഞ വണ്ടി എടുത്താണ് ഈ കച്ചാ റോഡിൽ കൂടെ പോകും. മറ്റുള്ള വണ്ടിയൊന്നും അത് തൊടാൻ പോലും പറ്റത്തില്ല. അപ്പം ആ റോഡുകളിലുണ്ടായ മാറ്റമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ ഗ്രാമീൺ സഡക് യോജന, പ്രധാനമന്ത്രിയുടെ ഹിന്ദിയിലത് പറയുന്നത്. പ്രൈം മിനിസ്റ്ററിൻ്റെ ഗ്രാമ വികസനവുമായി ബന്ധപ്പെട്ട റോഡ് വികസനം. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ നടത്തിയൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. കേരളത്തിലെ ഏകദേശം 3000 കിലോമീറ്റർ റോഡുകൾ അത് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടാണ് പണിത്, അല്ല കേരള ഗവൺമെൻറ് സഹായത്തോട് പണിതല്ല. അത് കേരള ഗവൺമെൻറ് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കേരള ഗവൺമെൻറ് ഞങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമായത്. ഇത് ലേറ്റസ്റ്റ് ഡേറ്റ എടുത്ത് നോക്കുക, അത് ആരാ അതിൻ്റെ പണം കൊടുത്തതെന്ന്. ഞാൻ അതിലൊക്കെയല്ല കിടക്കുന്നത്. ഇന്ത്യൻ ഗ്രാമീണ റോഡുകൾ ഏത് രീതിയിലുള്ള റവല്യൂഷണറി മാറ്റമാണ് ഉണ്ടായത്? നിങ്ങൾക്കറിയാം, ഏകദേശം 18 കോടിയോളമാണ് ടോയ്ലറ്റ് ആദ്യം ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പണിയാൻ. അത് വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. കാരണം ഇന്ത്യൻ ഗ്രാമത്തിൽ അറിയത്തില്ല, ആളുകൾക്ക് അറിയുകയില്ല എങ്ങനെ ടോയ്ലറ്റ് യൂസ് ചെയ്യണം, വെള്ളം എങ്ങനെ യൂസ് ചെയ്യണം, കാരണം എങ്ങനെയാണ് ഈ ടോയ്ലറ്റ്. ഇപ്പോഴെല്ലാം പഠിച്ച്, അതായത് ഹൈജീൻ, അത് ഹെൽത്തിൻ്റെ സംഭവം, അവരുടെ അസുഖങ്ങളൊക്കെ മാറാൻ തുടങ്ങി. അതൊരു വലിയ അച്ചീവ്മെൻറ്റ്. ഇനി കോവിഡുമായി ബന്ധപ്പെട്ട ഹെൽത്ത് എന്താണോ, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ എന്താണ്, ഡോക്ടർ എന്താണ്, നേഴ്സ് എന്താണ് എന്ന സംഭവം ഗ്രാമത്തിലുള്ള ജനങ്ങൾ അറിയാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ പനി വന്നാലും മറ്റു അസുഖങ്ങളൊക്കെ വന്നാൽ അവിടെ കിടക്കും. ഇതൊക്കെ അവിടെ ചെന്നവർക്ക്, ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തവർക്ക് ഇതിനെപ്പറ്റി അറിയുകയുള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് നിങ്ങൾ ഈസി ചേർന്ന് ഇതാണ് ഇന്ത്യൻ ഗ്രാമം എന്ന് പറഞ്ഞ സംഭവം ഒന്നും അറിയത്തൊന്നുമില്ല. അകത്തോട് കയറി ചെല്ലണം. അപ്പോൾ ഈ ഗ്രാമീൺ റോഡ് എന്ന് പറയുന്നത് 2000 തുടങ്ങിയതാണ്. 2000 വാജ്പേയി എന്ന സമയത്താണ് പ്രൈം മിനിസ്റ്റർ ഗ്രാമീൺ സഡക് യോജന എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഏകദേശം 10 വർഷം മുമ്പ് ഏകദേശം 70,000 36,000 കിലോമീറ്ററെ റോഡ് പണിയാൻ സാധിച്ചുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പാകപ്പിഴ എന്ന് പറയുന്നത്. കാരണം അത്ര ഫാസ്റ്റ് ഫേസ് ആയിട്ട് പോകാൻ സാധിച്ചില്ല. പക്ഷേ 2014 മുതൽ ഇപ്പോൾ 2024 വരെ നമ്മൾ ഞെട്ടിക്കുന്ന കണക്കാണ്. 7 ലക്ഷം കിലോമീറ്റർ ഗ്രാമീൺ റോഡുകൾ, അതായത് പ്രൈം മിനിസ്റ്റർ സഡക് യോജന മുഖാന്തരമുള്ള റോഡുകൾ പണി കഴിപ്പിച്ചു. ഭയങ്കര റവല്യൂഷണറി മാറ്റമാണ് ഈ സംഭവം ഉണ്ടായത്. ഇതുകൊണ്ട് എന്ത് മാറ്റമാണ് ഗ്രാമത്തിലുണ്ടായത്? അതാണ് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് പ്രധാനമായിട്ടുണ്ടായത്. പ്രധാനമായിട്ട് ഗ്രാമത്തിലെ കർഷകർക്ക് ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഈ മണ്ടി, അവിടെ പോയി സാധനങ്ങൾ പെട്ടെന്ന് വിൽക്കാൻ സാധിക്കും. കാരണം വണ്ടികൾ ഉപയോഗിച്ചും ട്രാക്ടർ ഉപയോഗിച്ച് സാധനം എടുത്ത്, മറ്റേത് തലച്ചുമടായിട്ടും തള്ളിയൊക്കെ വണ്ടിയിലും ഇങ്ങനെ കയറിയാണ് പോകുന്നത്. ഇപ്പോഴ്
ഏകദേശം 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ 4 കിലോമീറ്ററോ ഇവർക്ക് 10, 15, 20 മിനിറ്റ് കൊണ്ട് സാധനം മാർക്കറ്റിലെത്തിക്കാൻ സാധിക്കും. പെട്ടെന്ന് കച്ചവടം കഴിയും, നല്ല വിലയും കിട്ടും. കാരണം അതോട് അതായത് കണക്ടിവിറ്റി അങ്ങ് കൂടി. ഇനി അതും ഈ സാധനം മറ്റുള്ള മാർക്കറ്റിലോട്ട് പോകണമെങ്കിൽ നല്ല വില കിട്ടും. എവിടെയാണ് കാരണം മൊബൈലുണ്ട്, ഇതിനകത്ത് അറിയാൻ സാധിക്കും എവിടെയാണ് കൂടുതൽ വിലയുള്ളത്. അവിടെ കൊണ്ട് ഇവർക്ക് സാധനം വിൽക്കാനും അതായത് ക്രയവിക്രയം നടത്താനും ഗ്രാമ അന്തരീക്ഷത്തിൽ വലിയ സംഭാവനയായി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഇന്ത്യൻ ഗ്രാമത്തിൽ സ്ത്രീകൾ ഇപ്പോൾ പ്രസവ വേദന വന്നു, അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, അവിടെ കിടക്കുക, ഒരു ആശുപത്രിയിലൊന്നും പോകും. കാരണം ആശുപത്രി പോകുന്ന വലിയ ചടങ്ങാണ്. ഇപ്പോൾ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും കിലോമീറ്റർ നടന്നു പോകുന്നത്? കാരണം റോഡില്ല, കാരണം വണ്ടി ഓടാൻ പറ്റത്തില്ല. പിന്നെ ആകെയുള്ള വഴി എന്ന് പറയുന്നത് എന്തെങ്കിലും ഈ തള്ളുവണ്ടിയുടെ മേളിൽ കയറ്റിക്കൊണ്ടുപോകുന്ന സംഭവം. അതായത് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, കുട്ടികൾ മരിക്കുന്നത്, ഈ ഗർഭിണിയായി മരിക്കുന്ന റേറ്റ് ഭയങ്കരമായിട്ട് അങ്ങ് ഡിക്ലൈൻ ചെയ്തു. അതൊരു മേജർ അച്ചീവ്മെൻറ്റ് ബിക്കോസ് ഓഫ് റോഡ്. കാരണം റോഡിൽ നിന്ന് പെട്ടെന്ന് ഒരു ഗർഭിണിയായ സ്ത്രീയെയും കൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാം. കാരണം അധികം ഭാഗത്തും ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ടായി, മറ്റുള്ള ഹോസ്പിറ്റലുണ്ടായി. അതായത് അമ്മയും മരിക്കുന്നില്ല, കുട്ടിയും മരിക്കുന്നില്ല. അതൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ഉണ്ടായത്. മൂന്നാമത്തെ എന്താ പ്രധാനപ്പെട്ട ഫാക്ടർ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടി. അതൊരു ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. കാരണം എന്താ, ഇത്രയും കിലോമീറ്റർ 8ഉം 10ഉം കിലോമീറ്റർ നടന്നു പോകട്ടെ ഇവർക്ക്. അതേപോലെ ഇതേപോലെ റോഡുകളിൽ കൂടെ പെട്ടെന്ന് ഈ സ്കൂളിൽ പോകാം. അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടി, അവരുടെ വിജയ ശതമാനം കൂടി, സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് താല്പര്യമായി. ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ്. അതായത് ഇന്ത്യ മാറുന്നു, മനസ്സിലാക്കുക. പല ആൾക്കാർക്ക് ഇത് പറയാൻ, ഈ കേരളത്തിലുള്ള പല ആൾക്കാർക്ക് അറിയുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതൊക്കെ റിപ്പോർട്ട്സുകൾ വന്നുകൊണ്ടിരിക്കുക ഇവിടെ പലയിടത്തും. എങ്ങനെയാണ് ഇന്ത്യ മാറുന്നത്, റൂറൽ ഇന്ത്യ മാറുന്നത്? അതായത് കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോയി, പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. കാരണം നേരത്തെ എങ്ങനെയാണ്, അവർ 8ഉം 10ഉം കിലോമീറ്റർ നടക്കണം, അത് അതിരാവിലെ എണ്ണിച്ച് നടക്കണം. തിരിച്ച് സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ 8, 9 രാത്രി മണിയാകും. ഇപ്പോൾ അവർക്ക് ഏകദേശം 1 മണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് പോയാൽ മതി. വണ്ടികളുണ്ട്, സ്കൂട്ടറുണ്ട്, 2 വീലറുണ്ട്, നേരെ സ്കൂളിലെത്തും. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. ചെറിയ ചെറിയ ഓട്ടോറിക്ഷയിൽ കുട്ടികളെ കൊണ്ടുവരുന്ന പരിപാടി തുടങ്ങി. സോ റാപ്പിഡ് ചേഞ്ച്. പിന്നെന്താ അടുത്ത സംഭവം ഉണ്ടായത്, അത് ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ്. അതായത് റൂറൽ എംപ്ലോയ്മെൻറ്റ് കൂടി. അതെങ്ങനെയാണ് റൂറൽ എംപ്ലോയ്മെൻറ്റ് കൂടുന്നത്? ചോദ്യ സംഭവം. കാരണം ഈ റോഡ് പണിയാൻ അധികം ഉപയോഗിക്കുന്നത് ഈ മഹാത്മാഗാന്ധി ഗ്രാമീൺ കാരണം റൂറൽ ഇന്ത്യയാണ്. അപ്പം അങ്ങനെ വരാനുള്ള സമയത്ത് ഈ പറയുന്ന ആൾക്കാർക്ക് തൊഴിലാളികൾ ഇവിടുന്ന് എടുക്കും, ഗ്രാമത്തിൽ നിന്ന്. അവർക്ക് തൊഴിലും കൊടുക്കും, അവരിതിൻ്റെ പാർട്ടാകും. അതായത് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റ്. അതേപോലെ ഹെൽത്ത്, മറ്റുള്ളവരുടെ ഹെൽത്ത്, അതായത് ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം, സാമ്പത്തിക പുരോഗതി ഉണ്ടായി, കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി, അതിൻ്റെ എക്കോണമി മാറി. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു, പകുതിയായിട്ടും കുറഞ്ഞു. ഇത് ഭയങ്കര സംഭവമായിരുന്നു. കാരണം സിറ്റി സൈഡിലോട്ട് ആൾക്കാരങ്ങ് പോകും ജോലി അന്വേഷിച്ച്. കാരണം റോഡ് നല്ലതായി, അവിടെ പല കാര്യങ്ങളും സ്റ്റാർട്ടപ്പും അതും ഇതും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം ആ ഒരു സംഭവത്തിൽ അതിൻ്റെ കുറവ്, അത് മാസീവായിട്ടാണ് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്, അത് കുറഞ്ഞു. ഇനി മറ്റൊരു സംഭവം, ടെക് വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് ആമസോണും ഫ്ലിപ്കാർട്ടും അതേപോലെയുള്ള ഈ ഡെലിവറി റൂറൽ ഇന്ത്യയെ കൊടുക്കാൻ തുടങ്ങി. കാരണം നല്ല റോഡായി. അപ്പം മനസ്സിലാക്കുക, ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്യുന്നുള്ള നോക്കുക. ഇന്ത്യ എത്ര വലിയ മാറ്റമാണ് ഈ 7 ലക്ഷം കിലോമീറ്റർ റോഡുകൾ റൂറൽ ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത്? അമേസിങ്. ആ മാറ്റമാണ് ഉണ്ടായത്. ഗ്രാമീണത്തേക്ക് GDP, എക്കോണമി എല്ലാം മാറി, ജനങ്ങളുടെ ജീവിതശൈലി മാറി. കാരണം പണം കിട്ടാൻ തുടങ്ങി, അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് യഥാർത്ഥ വില കിട്ടാൻ തുടങ്ങി.
തേർഡ് പാർട്ടി ഇല്ലാതെ അവർക്ക് വിൽക്കാൻ സാധിക്കുന്നു. കാരണം അത് വിൽക്കാൻ അത് വാങ്ങാൻ ആൾക്കാരുണ്ട്, പെട്ടെന്ന് ഡെലിവറി കൊടുക്കാൻ സാധിക്കുന്നു. സ്കൂൾ കുട്ടികൾ, ഹെൽത്തിൻ്റെ ഇഷ്യൂ, കുട്ടികളുടെ മരണത്തിൻ്റെ സംഖ്യ, സ്ത്രീകളുടെ മരണസംഖ്യ, ഇതെല്ലാം കുറഞ്ഞു. സോ അമേസിങ്. ഈ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ മോദിയെ പിന്തുണയ്ക്കുന്നത്. ഇതൊക്കെ ഓരോ ഇഷ്യൂസാണ്. കാരണം എനിക്ക് ഇന്ത്യൻ ഗ്രാമങ്ങൾ അറിയാം. കാരണം അവരുടെ പ്രശ്നം മുഴുവനാണ്. കാരണം ഈ ഗ്രാമങ്ങളിലൊക്കെ ഇലക്ട്രിസിറ്റി പിന്നെ ഇപ്പോഴാണ് കിട്ടാൻ തുടങ്ങിയത്. ഈ ഗ്രാമങ്ങളൊക്കെ മാറിയാൽ മാത്രം, ഇത് ഗാന്ധിജിയുടെ സ്വപ്നം തന്നെയായിരുന്നു, ഈ ഗ്രാമങ്ങൾ മാറിയാലേ ഇന്ത്യ മാറാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്ത്യയിൽ വലിയൊരു ഭാഗം ജനങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തെ ഇഗ്നോർ ചെയ്തിട്ട് ഇന്ത്യ ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. അത് ഇന്ത്യയെപ്പറ്റി ശരിക്കും അറിയാത്തവർ, ശരിക്കും അറിയുന്നവർ പറയേയില്ല. ഇനി അടുത്ത സംഭവം എന്തുവാ, പണ്ട് ഏതെങ്കിലും റോഡുണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് മുഴുവനും കൈക്കൂലിയൊക്കെ അടിച്ച് മാറ്റിയിട്ട് അവിടെ റോഡെന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ട്. ഏതാണ് കോൺട്രാക്ടർ ഉണ്ടാക്കുന്നത്, എത്ര വർഷം ആ റോഡ് നിൽക്കും, പൂർണ്ണമായിട്ടും സൈൻ ചെയ്ത ശേഷം റോഡിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ ഈ കോൺട്രാക്ടർ തന്നെ ശരിയായി കൊടുക്കണം. അതായത് സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ. കാരണം അടിച്ചു മാറ്റും പരിപാടിയൊന്നും നടക്കത്തില്ല. ഇതിനകത്ത് പൊളിറ്റീഷ്യൻസിനെ പോലും അടുപ്പിക്കത്തില്ല. അതായത് സ്ട്രിക്റ്റായിട്ട് ഓഫീഷ്യൽസ് അത് മോണിറ്റർ ചെയ്യും. അതായത് തെറ്റ് കാണിച്ച പല ആൾക്കാരെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, അതായത് കോൺട്രാക്ടേഴ്സിന്. അതുകൊണ്ട് അവർക്ക് പേടിയാണ്. കാരണം റോഡ് നല്ലപോലെ ഡെലിവറി ചെയ്തേ മതിയാവത്തുള്ളൂ. അതിനേക്കാളുപരി ഓൾ സീസൺ റോഡാണ് ഇത്. ഓൾ സീസൺ റോഡും സീസൺ റോഡും മധ്യ വ്യത്യാസമോ. കാരണം വലിയ മഴയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ റോഡ് നശിക്കരുത്. അത് ഓൾ സീസൺ റോഡും ഇതേപോലെ ഓരോ ഗ്രാമങ്ങളും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ഗ്രാമങ്ങൾ വലിയ സംഭവങ്ങളായിട്ട് മാറി. ആ വലിയ ഇത് ഞാൻ ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് സംതിങ് ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെൻറ്റ്. 7 ലക്ഷം കിലോമീറ്റർ ഇന്ത്യൻ ഗ്രാമീണ റോഡുകളെന്ന് പറയുന്നത്, അതായത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങൾ മുഴുവനും കണക്ട് ചെയ്യും. അതോടുകൂടി അതുകൊണ്ടാണ് ഇന്ത്യ വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇന്ത്യൻ എക്കോണമി മാറുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അത് വെറുതെ കണക്കെടുത്ത് പറയുന്നതുമല്ല. ഇത് പല സുഡാപ്പുകൾക്കൊന്നും ഇഷ്ടപ്പെടുത്തില്ല, എന്തുവാ ഈ സംഭവം എന്നൊക്കെ പറയുന്നത്. പക്ഷേ യഥാർത്ഥ ഇന്ത്യ അറിയണമെങ്കിൽ ഇന്ത്യയുടെ ഗ്രാമത്തിലെ റോഡുകളും അവരുടെ ജനജീവിതവും അവൻ്റെ ലൈഫ് സ്റ്റൈലും പൂർണ്ണമായിട്ടും മാറുകയാണ്, എഡ്യൂക്കേഷൻ ഉൾപ്പെടെ. ഇറ്റ് ഈസ് സംതിങ് ഔട്ട്സ്റ്റാൻഡിങ്, ഇൻക്രെഡിബിൾ. ആ ഒരു അച്ചീവ്മെൻ്റാണ് മോദി ഗവൺമെൻറ് ഈ കഴിഞ്ഞ 10-11 വർഷം കൊണ്ട് ഇന്ത്യൻ ഗ്രാമീണ റോഡുകളുമായിട്ട് ബന്ധപ്പെട്ട് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയത്.